പ്രിയമുള്ളവരെ, ഏറെ വേദനയുടെയും അതിലേറെ ഗൗരവത്തോടെയുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ മൂത്ത മകൻ്റെ സഹപാഠിയും ഇളയ 2 മക്കളുടെ അധ്യാപകനും പരിചയമുള്ളവർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടവനും ഒരു വലിയ അപകടത്തിൽ മരണപ്പെട്ടു. അതിലെ ദൃശ്യങ്ങളിൽ NH-66 അശാസ്ത്രീയമായ നിർമ്മാണം മൂലം നമുക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളേക്കാൾ ഭീകരമായ ദുരന്തങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായത് അതിൻ്റെ ഒരു തുടക്കം മാത്രം. ഈ സാഹചര്യത്തിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രധാനമായും ഞാനിവിടെ ഇന്ന് സൂചിപ്പിക്കുന്നത്. NH-66 സർവീസ് റോഡുകൾക്ക് പരമാവധി 7.5 മീറ്റർ മാത്രമാണ് വീതിയുള്ളത്. ഈ റോഡിൽ കൂടി വേണം ലോറികൾ, ബസ്സുകൾ തുടങ്ങിയ വലിയ വാഹനങ്ങളും, കാറുകൾ, ഓട്ടോറിക്ഷകൾ, ഇരുചക്ര വാഹനങ്ങൾ, സൈക്കിളുകൾ, കാൽനടക്കാർ തുടങ്ങി എല്ലാവരും അതിൽ കൂടി വേണം യാത്ര ചെയ്യാൻ. ഈ ഇടുങ്ങിയ റോഡിൽ കൂടി ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു കാര്യം, ഈ വാഹനങ്ങൾക്കിടയിൽ കൂടി ഇരുചക്ര വാഹനങ്ങൾ അതിവേഗം ഓവർടേക്ക് ചെയ്ത് പോകുന്നത് സർവ്വസാധാരണമാണ്. അതുപോലെ തന്നെ ഈ സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അതിനിടയിൽ അല്പം സ്ഥലം കിട്ടിയാൽ അതിനിടയിൽ കൂടിയും ഇതുപോലെ 2 വീലറുകാർ ഓവർടേക്ക് ചെയ്തു പോകുന്നത് സ്ഥിരമായി കാണാറുള്ളതാണ്. പലപ്പോഴും ഇത്തരം യാത്രക്കാരോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് തുടങ്ങി വളരെ മോശമായ പ്രതികരണമാകും അവരിൽ നിന്ന് ഉണ്ടാകുക. വളരെ ചെറിയ ഒരു പിഴവ് മതി വലിയ അപകടങ്ങൾ സംഭവിക്കാൻ. ഇതുപോലെ വലിയ വാഹനങ്ങൾക്കിടയിൽ കൂടി ഓവർടേക്ക് ചെയ്യുന്നതിനേക്കാൾ അപകടകരമാണ് ഈ ഹൈവേയുടെ മതിലിനും വലിയ വാഹനങ്ങൾക്കും ഇടയിൽ കൂടി ഓവർടേക്ക് ചെയ്ത് കടന്നു പോകുന്നത്. കാരണം ഈ ഹോണടിച്ചാൽ മതിൽ വഴിമാറി തരികയില്ലല്ലോ. ഈ മതിലിനോട് ചേർന്ന് പോകുന്ന വലിയ വാഹനങ്ങൾ ഒരിക്കലും അതിലെ ഡ്രൈവർ കരുതുകയില്ല ഈ ഇടയിൽ കൂടി മറ്റാരെങ്കിലും കടന്നു വരുമെന്ന്. അതുകൊണ്ട് തന്നെ ആ ഡ്രൈവർ സൈഡ് മിറർ നോക്കണമെന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു ഇരുചക്ര വാഹനക്കാർ കടന്നു വരികയാണെങ്കിൽ മുൻപിൽ ഏതെങ്കിലും തടസ്സങ്ങളോ അതല്ലെങ്കിൽ കുഴിയോ ഉണ്ടെങ്കിൽ ഈ വാഹനം ഒന്നിൽ ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ തിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വലത്തോട്ട് തിരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇനി മറ്റൊരു സന്ദർഭം പറയാം. ഒരുപക്ഷെ ഈ മുന്നിൽ പോകുന്ന വാഹനത്തിലെ ഡ്രൈവർ നമ്മൾ കയറി വരുന്നത് കാണുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ കാണുന്ന പക്ഷം ഈ ഡ്രൈവർ ഒരു മനുഷ്യത്വമില്ലാത്തവനും ക്രൂരനുമാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മുന്നോട്ട് കടന്നു പോകേണ്ടതില്ല എന്ന് കരുതി നമ്മെ അപായപ്പെടുത്താൻ കൂടി ശ്രമിക്കില്ല എന്ന് ആര് കണ്ടു? ഇത്തരം അനുഭവങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതൊക്കെ കൊണ്ട് ഇരുചക്ര വാഹന യാത്രക്കാരോട് എനിക്ക് പറയാനുള്ളത്, യാതൊരു കാരണവശാലും വലിയ വാഹനങ്ങൾക്കിടയിൽ കൂടിയോ അല്ലെങ്കിൽ മതിലിനും വലിയ വാഹനങ്ങൾക്കിടയിൽ കൂടിയോ യാതൊരു കാരണവശാലും ഓവർടേക്ക് ചെയ്യരുത് എന്നാണ്. നമുക്കൊരുപാട് പരിചയസമ്പന്നതയൊക്കെ ഉണ്ടാവാം, പക്ഷെ ആ പരിചയസമ്പത്ത് പലപ്പോഴും നമുക്ക് പ്രയോജനപ്പെടണം എന്ന് നിർബന്ധമില്ല. NH അധികാരികളോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ആദ്യം വിഭാവന ചെയ്തതുപോലെ 45 മീറ്ററിന് പകരം 60 മീറ്റർ വീതിയിൽ ഈ റോഡ് വികസിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വഴിമുട്ടി പോകുക തന്നെ ചെയ്യും.